ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും ഇത് ബോബി ബ്രൗൺ ആണ്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ അതിന്റെ ഒരു ടോൺ കയറ്റി കൊടുക്കണം. ഒരുപാട് കയറ്റാൻ ഒരുപാട് അപ്പാക്കരുത്. ഒരു പൊടിക്ക് നമ്മൾ കൊടുക്കണം. നമ്മൾ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് തന്നെയാണ് ടോണെങ്കിലും നമ്മുടെ PACയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് HD ക്വാളിറ്റിയും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഹുദ ബ്യൂട്ടി അല്ലെ PAC, ബോബി ബ്രൗൺ ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര യൂസാണ്. കാരണം ഒരെണ്ണം ചെയ്യുന്നതിൻ്റെ മാത്രം ഇത് നമുക്ക് രഞ്ജുരഞ്ജുമാർ ഞങ്ങൾക്ക് 12 വർഷം മുമ്പ് നടത്തിയൊരു സെമിനാർ അല്ല വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഇന്നും ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇത് PAC ലൈറ്റർ ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫെയർ ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ആ ടോൺ മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂടി മിക്സിംഗ് ആണ്. അതായത് ഞാൻ PAC ബോബി ബ്രൗണും കൂടി മിക്സ് ചെയ്ത ഷെയ്ഡാണിത്. ഇത് നമ്മുടെ PACയുടെ നമ്പർ 1.7 ആണ്. ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫെയർ ആകും. അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി നമ്മൾ ചെയ്യാം കേട്ടോ. നാച്ചുറൽ മേക്കപ്പാണ്. ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ബോബി ബ്രൗൺ. PAC HD ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. HD മേക്കപ്പാണ് PAC. ഞാനിപ്പോൾ 2 ഡ്രോപ്സ് ബോബി ബ്രൗണിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു. ഒരു ഡ്രോപ്പ് നമ്മൾ പിന്നെ PACയുടെ ഫൗണ്ടേഷൻ എടുത്തു. 2 ഡ്രോപ്പ് ബോബി ബ്രൗൺ, 1 ഡ്രോപ്പ് PAC. അത് നമ്മൾ എടുക്കുന്നത് അങ്ങനെ കണക്ക് നോക്കിയിട്ടല്ല, നമ്മുടെ ഒരു ഫേസിന് എത്രമാത്രം സ്യൂട്ട് ആവുമെന്ന് നോക്കിയിട്ട് ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിലുള്ള ധാരാളമാണ്, നെക്കും കവർ ചെയ്തെടുക്കാൻ പറ്റും. പറഞ്ഞിട്ടാണ് ഈ മേക്കപ്പിൽ നിങ്ങളെല്ലാവരും വന്നതെന്ന് എനിക്കറിയാം. അത്രയും ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ആ മേക്കപ്പ് എന്ന് മാം പലരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. മാം രാവിലെ പറഞ്ഞു. അപ്പം അതിനകത്ത് നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുരാഗ് മേക്കപ്പ് നമ്പറുടെ ഒരു ഗ്ലൂക്കോസ് പ്രൈമറാണ്. ഇത് നമുക്ക് 2,800 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അമേസിങ് പ്രൊഡക്റ്റാണ്. സാറ് നമുക്കിവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നതിൽ സാറിനോട് ഒരുപാട് നന്ദി. കാരണം അത്രയും നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയെങ്കിലും നമുക്ക് ഈ 24 hours ലാസ്റ്റിംഗ് ആയിട്ട് ഒരു മേക്കപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല അല്ലേ? ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് നമ്മൾ പറഞ്ഞാൽ ആദ്യം നമ്മളെ തല്ലു ഇല്ലേ? ഉറപ്പല്ലേ? നിങ്ങൾ നുണ പറയുവാണെന്ന് പറയും. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് ഒരു എയർ ബ്രഷ് വരെ വന്നിട്ട് എനിക്കിത് വിട്ടുപിടിക്കാൻ പേടിയാണ്. കാരണം ഞാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അടി വീഴുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യാം. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. കാരണം നമ്മുടെ സ്റ്റേജുകളെല്ലാം ഒരു പിന്നെ എന്താ പറയുക, ചില ഓഡിറ്റോറിയങ്ങളൊക്കെ AC ആയിരിക്കില്ല. അപ്പോൾ അവിടെ വരെ നമുക്കിത് നല്ല യൂസാണ്, ഒട്ടും പോവില്ല. ഇത് വൈകുന്നേരം ചെന്നിട്ട് വൈപ്സ് വെച്ച് നന്നായി തുടച്ച് കളഞ്ഞാലേ പോവുള്ളൂ. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തേക്കണം. ഇതൊരു സീലറാണ്. പിന്നെ മിക്സിങ്ങിനും പറഞ്ഞു തന്നിരുന്നു. പക്ഷെ സാറ് അപ്ലൈ ചെയ്തു 2 ടൈപ്പിലും പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്തത് മിക്സിംഗ് ആണ് എടുത്തത്. കാരണം നമുക്ക് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയ ഒരു കാര്യം, എല്ലാവരും പഠിപ്പിച്ചു വിടുമെങ്കിലും നമുക്ക് ഒരു അതിനകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമല്ലോ. അങ്ങനെ ഞാനിത് എടുത്തേക്കുന്നത് എനിക്ക് നല്ല കംഫർട്ടായി. ഇത് ഉപയോഗിച്ചിട്ടാണ് പലരും ചോദിച്ചത് എന്താണ് ഒരു സീക്രട്ടായിട്ട് ഒരു പ്രോഡക്റ്റ് എടുത്തതെന്ന്. ഒന്നും പിന്നെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ബോബി ബ്രൗൺ 2 ഡ്രോപ്പ്, പിന്നെ ബോട്ടോക്സ് 1 ഡ്രോപ്പ്. അത് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തത് കേട്ടോ. അതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് ഇത് പെട്ടെന്ന് ഇടണം അല്ലേ? അതാണ്
നാഴ്സ്. ഷുഗറിൻ്റെ പ്രഷറാണ് കേട്ടോ. ക്രീമിയാണ് അല്ലേ? ആ ക്രീമി. സെൻറ്ററിൽ വെക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മൾ ആ ലാഷിനോട് ചേർന്ന് തന്നെ വേണം, നമ്മുടെ ഒറിജിനൽ ലാഷിനോട് ചേർന്ന് തന്നെ വേണം ലാഷും വരാൻ. അത് സെൻറ്റർ ആദ്യം വെക്കുക അങ്ങനെയുണ്ടോ? ആ സെൻറ്റർ ആദ്യം വയ്ക്കാം. രണ്ടായിട്ട് നിൽക്കും. ഇപ്പോൾ ലാഷും രണ്ട് ലാഷും ഒരുപോലെ ഇരിക്കുന്നത്. ലാഷ് സെപ്പറേറ്റ് ചെയ്ത് നിന്നാൽ അവർ കണ്ണടയ്ക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇത് ലിപ്സ്റ്റിക്ക് തന്നെയാണ്, ഇതിൻ്റെ മാക്കാണ്. ഇത് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഫസ്റ്റ് ഞാൻ ലിപ് ലൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല ലിപ് ഓൺ ഇടാം. ഈ ലിപ്പ് സ്ക്രബ് ചെയ്യണം. ഞാൻ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ ചെയ്തില്ല. ലിപ്പിൽ നല്ല ഇതുണ്ട്. ഞാൻ എടുത്തവിടെ വെച്ചു, പക്ഷെ വിട്ടിട്ടുണ്ട്. ഇപ്പം എന്താ അപ്ലൈ ചെയ്യണേ? ഇപ്പോൾ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇത് മാക്കിന്റെ ഷെയ്ഡാണ്. ലൈറ്റ് ഷെയ്ഡാണോ? ആ ലൈറ്റ് ഷെയ്ഡാണ്. അതേതാ പെൻസിലിൻ്റെ പേരുണ്ട്? കളർ ബാർ. കളർ ബാറിൻ്റെ 017 ആണ് നമ്മൾ ലിപ് ലൈനർ കിട്ടുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലാതെ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതിന് ഞാൻ നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. ഓക്കെ, താങ്ക് യു.